ഉത്തർപ്രദേശ് അടക്കം 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിച്ചേക്കും. പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള അവസാനഘട്ട വിലയിരുത്തലുമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നോട്ട് അസാധുവാക്കൽ ഉൾപ്പെടെ 2.5 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നിർണായക തീരുമാനങ്ങളുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഏറ്റവും വലിയ ജനകീയ പരീക്ഷ കൂടിയാകും 5 സംസ്ഥാനങ്ങളിലെയും വിധിയെഴുത്ത്. നോട്ടുകളിൽ 40% ഗ്രാമീണ മേഖലയിൽ വിതരണം ചെയ്യണമെന്ന റിസർവ് ബാങ്ക് നിർദ്ദേശം പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ എല്ലാ ആഴ്ചയും കൈമാറിയ നോട്ടുകളുടെ വിശദാംശം സമർപ്പിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം. റിസർവ് ബാങ്കിന്റെ പുതിയ നിർദ്ദേശം സംസ്ഥാനത്തെ ഗ്രാമീണ മേഖലകളിൽ തുടരുന്ന അതിരൂക്ഷമായ നോട്ട് ക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. വിജിലൻസ് ഡയറക്ടർക്കെതിരെ കോടതിയുടെ വിമർശനം. കോടതിയിൽ പരാതികൾ എത്തും വരെ ഉന്നതർക്കെതിരായ അന്വേഷണം വിജിലൻസ് മനഃപൂർവ്വം വൈകിക്കുന്നതായി വിജിലൻസ് പ്രത്യേക കോടതി. മന്ത്രി മേഴ്സിക്കുട്ടിക്കെതിരായ പരാതിയിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അടുത്ത മാസം 7-നകം ഹാജരാക്കാനും ഉത്തരവ്. SNC ലാവ്ലിൻ കേസ് കോടതി ഇന്ന് പരിഗണിക്കും. കേസിലെ പ്രതികളെ വെറുതെ വിട്ട തിരുവനന്തപുരം പ്രത്യേക CBI കോടതി ഉത്തരവിന് എതിരെ CBI സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിക്കുക. ജസ്റ്റിസ് P. ഉബൈദാണ് കേസിൽ വാദം കേൾക്കുന്നത്. ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനായി കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണ നിർദ്ദേശം അവതരിപ്പിക്കും. തിരഞ്ഞെടുപ്പുകൾ 2024 മുതൽ ഒരുമിച്ച് നടത്താനാകുന്ന തരത്തിലാണ് പരിഗണനയിലുള്ള നിർദ്ദേശം. സർവകക്ഷി യോഗത്തിലും മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലും നിർദ്ദേശം ചർച്ച ചെയ്ത ശേഷം ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ് നീക്കം. തെക്കൻ അമേരിക്കൻ രാജ്യമായ ചിലിയിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ തീ പടർന്നു പിടിച്ചതിനെ തുടർന്ന് 100 വീടുകൾ കത്തിനശിച്ചു. പടിഞ്ഞാറൻ ചിലിയിലെ വൽപറായിസോ എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. സംഭവത്തെ തുടർന്ന് 400-ലധികം പേരെ പ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. വീട്ടിൽ ശൌചാലയമില്ലാത്തതിന്റെ പേരിൽ രാജസ്ഥാനിലെ ഝാലാവാഡ് ജില്ലയിൽ 2 സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം അവസാനിപ്പിക്കുന്നതിനും വീട്ടിൽ ശൌചാലയം നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ബോധവൽക്കരണം നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് സസ്പെൻഷനിലായത്. 62ാം ദേശീയ സ്കൂൾ അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് ഇന്ന് പൂനെയിൽ കൊടിയുയരും. പൂനെ ഛത്രപതി ശിവജി ബാലയവാടി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ എന്നീ 3 വിഭാഗങ്ങളിലായാണ് ഇത്തവണ മത്സരങ്ങൾ.